വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ കർണാടക മുഖ്യമന്ത്രി പ്രഖ്യാപനം മുഖ്യമന്ത്രിയെ നിശ്ചയിക്കാനുള്ള നിർണായക ചർച്ചകൾ ഡൽഹിയിൽ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. സിദ്ധരാമയ്യയ്ക്കാണ് സാധ്യതയുള്ളത്. വിശദാംശങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും. KC, എന്തൊക്കെയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ? അജി, കർണാടകയിൽ സിദ്ധരാമയ്യ തന്നെയാണ് മുഖ്യമന്ത്രിയാകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഏറ്റവും പുതിയതായിട്ട് ലഭിക്കുന്ന വിവരം അത് തന്നെയാണ്. കർണാടകയിൽ സിദ്ധരാമയ്യ തന്നെ മുഖ്യമന്ത്രിയാകുമെന്നത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. പ്രധാനമായും കൂടുതൽ MLA-മാരുടെ പിന്തുണ സിദ്ധരാമയ്യക്കാണ് എന്നത് പരിഗണിച്ചാണ് നേതൃത്വത്തിന്റെ തീരുമാനം. അതോടൊപ്പം തന്നെ അദ്ദേഹം ഒരു മുതിർന്ന സീനിയറായ നേതാവാണ്. കർണാടകയെ സംബന്ധിച്ച് നിർണായകമായ സമയങ്ങളെല്ലാം തന്നെ ഘട്ടങ്ങളെല്ലാം തന്നെ കർണാടകയിൽ പല കാര്യങ്ങളിലെല്ലാം തന്നെ ഈ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിലെല്ലാം തന്നെ നിർണായക പങ്കുവച്ച നേതാവ് കൂടിയാണ്. അപ്പം ഇതെല്ലാം പരിഗണിച്ചാണ് കർണാടകയിൽ സിദ്ധരാമയ്യയെ തന്നെ വീണ്ടും മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കുന്നതെന്നാണ് കോൺഗ്രസ് നേതൃത്വം അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് പോകുന്നത്. ഈ കാരണം കൊണ്ടാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ DK ശിവകുമാർ അദ്ദേഹത്തിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെ അദ്ദേഹത്തെയും അനുനയിപ്പിക്കും എന്ന ഒരു വിവരം കൂടി ലഭിക്കുന്നുണ്ട്. നിലവിൽ മല്ലികാർജ്ജുൻ ഖാർഗെയും DK ശിവകുമാറും തമ്മിൽ കൂടിക്കാഴ്ച തുടരുകയാണ്. അല്പസമയത്തിനകം തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ഈ മല്ലികാർജ്ജുൻ ഖാർഗെ DK ശിവകുമാറുമായി ചർച്ച ചെയ്യുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ അല്പസമയത്തിനകം സിദ്ധരാമയ്യയും ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുമായിട്ട് കൂടിക്കാഴ്ച നടത്തി ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കി ഔദ്യോഗികമായി പിന്നീട് ഒരു പ്രഖ്യാപനം, ഒരു അരമണിക്കൂറിനുള്ളിൽ തന്നെ ഔദ്യോഗിക പ്രഖ്യാപനം, കർണാടക മുഖ്യമന്ത്രിയെ തീരുമാനിച്ചുകൊണ്ടുള്ള ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അജി നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ പ്രധാനമായും സിദ്ധരാമയ്യയെ സംബന്ധിച്ച് കൂടുതൽ MLA-മാർ സിദ്ധരാമയ്യ ഒപ്പമാണെന്ന കാര്യമാണ് നേതൃത്വം പ്രധാനമായും പരിഗണിച്ചത്. അതോടൊപ്പം തന്നെ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾക്കെല്ലാം തന്നെ അദ്ദേഹം മുഖ്യമന്ത്രി ആയി വരുന്നതിനാണ് കൂടുതൽ താല്പര്യം. എങ്കിൽ പോലും DK ശിവകുമാറിന് ഒരിക്കലും അവർ വില കുറച്ച് കണ്ടിട്ടില്ല. DK ശിവകുമാറിനും തുല്യ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. ഈ രാഹുൽ ഗാന്ധി ഇന്ന് രാവിലെ ഒരു യോഗത്തിൽ പങ്കെടുക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഈ മുഖ്യമന്ത്രി ആരാകുമെന്നതിനെ ചൊല്ലിയുള്ള ഒരു ചർച്ച ഡൽഹിയിൽ നടന്നിരുന്നു. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ നടന്നിരുന്നു. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ അതിൽ പങ്കെടുത്തു. രാഹുൽ ഗാന്ധിയും അതിലുണ്ടായിരുന്നു. ഈ രാഹുൽ ഗാന്ധി കൂടി പങ്കെടുത്ത ഒരു യോഗത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ ശിവകുമാറിനെ അനുനയിപ്പിക്കാൻ ചില ഉറപ്പുകൾ അദ്ദേഹത്തിന് നൽകിയതായാണ് ലഭിക്കുന്ന സൂചന. ഇത് ഈ ടേം വ്യവസ്ഥയിലാണ് എന്ന ഒരു റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ടേം വ്യവസ്ഥയിലാണെങ്കിൽ DK ശിവകുമാർ നേരത്തെ 2 വർഷം അദ്ദേഹം ആദ്യത്തെ 2 വർഷം തനിക്ക് തരണമെന്നൊരു കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ആ ആവശ്യത്തെ കോൺഗ്രസ് നേതൃത്വം വലിയ കാര്യമായി തന്നെയാണ് കണ്ടിരുന്നത്. അത് ഏത് രീതിയിലാണ് അതിനെ പരിഹരിക്കുക എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അല്പസമയത്തിനകം നമുക്ക് മനസ്സിലാകും. പ്രധാനമായും ഈ DK ശിവകുമാർ ഇങ്ങനെ ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ ഒരു അന്വയ നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രധാനമായും ഒരു ഉപമുഖ്യമന്ത്രി സ്ഥാനം അദ്ദേഹത്തിന് കൊടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകളെ മന്ത്രിസഭയിൽ, അതായത് കർണാടകയിൽ രൂപീകരിക്കുന്ന മന്ത്രിസഭയിൽ അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകളെ മന്ത്രിസഭയിൽ പ്രാധാന്യം നൽകും എന്ന കാര്യത്തിലടക്കം ഒരു തീരുമാനം കൂടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എന്തായാലും കർണാടകയിൽ ക്ലൈമാക്സിലേക്ക് നീങ്ങുകയാണ്. കർണാടകയിൽ മുഖ്യമന്ത്രിയായിരുന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഒരു തീരുമാനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത് സിദ്ധരാമയ്യ തന്നെയാണ്. ഒരു ഔദ്യോഗിക പ്രഖ്യാപനം വന്നാൽ മതി. ഇനി അല്പസമയത്തിനകം AICC നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പറയുന്നത്. DK ശിവകുമാറിനെ അനുനയിപ്പിച്ചു എന്നാണ് മനസ്സിലാകുന്നത്. അനുനയ നീക്കങ്ങൾ വിജയിച്ചു എന്ന വാർത്തകളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരുന്നത്. ദേശീയ മാധ്യമങ്ങളെല്ലാം തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. എന്തായാലും DK ശിവകുമാറിനെ അനുനയിപ്പിച്ചിരിക്കുന്നു. സിദ്ധരാമയ്യ കർണാടകയെ നയിക്കും. കർണാടക മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യ വരുന്നുവെന്ന വാർത്തയാണ് വരുന്നത്. ഔദ്യോഗിക പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകുമെന്നാണ് അജി മനസ്സിലാക്കുന്നത്. അങ്ങനെ ഉണ്ടായെങ്കിൽ അത് വീണ്ടും ഒരു ചരിത്ര സംഭവമായി മാറുകയില്ലേ ഉണ്ണി? കാരണം അത് പ്രത്യേകിച്ച് സിദ്ധരാമയ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു 2ാം തവണ മുഖ്യമന്ത്രി പദത്തിൽ എത്തുന്ന ഒരു വ്യക്തി മാത്രമല്ല, അത് തൻ്റെ സിദ്ധരാമയ്യ മത്സരിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു ഇത് തൻ്റെ അവസാന തെരഞ്ഞെടുപ്പാണ്, ഇനി തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം ഒരു മിന്നുന്ന വിജയമൊക്കെ നൽകിക്കഴിഞ്ഞു. അനുകൂലിപ്പിച്ച് ഒപ്പം നിർത്തുന്ന സാഹചര്യം, സുപ്രധാന പദവികൾ നൽകുന്ന ഒരു സാഹചര്യം. അങ്ങനെയെങ്കിൽ കർണാടക കോൺഗ്രസിൽ വലിയ മാറ്റങ്ങൾക്ക് ഒരുപക്ഷെ ഇനി സാധ്യതയില്ലേ?
അജി, AICC നേതൃത്വത്തിന്റെ തീരുമാനം DK ശിവകുമാറിനെ മല്ലികാർജ്ജുൻ ഖാർഗെ അറിയിച്ചതായാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം ഒരു അനുനയത്തിലൂടെ ഈ കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് പറഞ്ഞു. ഇപ്പോൾ നിലവിൽ DK ശിവകുമാറും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തുകയാണ്, ചർച്ച ചെയ്യുകയാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ. അദ്ദേഹം ഈ വിശദമായി തന്നെ ഇക്കാര്യങ്ങളെല്ലാം അദ്ദേഹത്തോട് DK ശിവകുമാറിനോട് പറഞ്ഞതായാണ് ലഭിക്കുന്ന വിവരം. അല്പസമയത്തിന് ശേഷം ഈ DK ശിവകുമാറുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം പിന്നീട് സിദ്ധരാമയ്യയും മല്ലികാർജ്ജുൻ ഖാർഗെ കാണും. ഇതിനുശേഷം ഇക്കാര്യങ്ങളെല്ലാം തന്നെ ചർച്ച ചെയ്ത ശേഷം ഔദ്യോഗികമായ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സിദ്ധരാമയ്യയെ സംബന്ധിച്ച് വളരെ സീനിയറായ ഒരു നേതാവാണ് അദ്ദേഹം. കർണാടകയിലെ ജനതാദൾ നേതാവായിരുന്നു, പിന്നീട് കോൺഗ്രസിലേക്ക് എത്തുന്നു. 7 തവണയാണ് അദ്ദേഹം MLA ആയിട്ടുള്ളത്. ഇത് 2ാം തവണയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നത്. എന്തായാലും കർണാടകയിലെ കോൺഗ്രസിനെ നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച് കോൺഗ്രസിന്റെ വളർച്ചയിലെല്ലാം തന്നെ നിർണായക പങ്കുവഹിച്ചൊരു നേതാവ് കൂടിയാണ് സിദ്ധരാമയ്യ. ഇതെല്ലാം പരിഗണിച്ചാണ് അദ്ദേഹത്തിന് ഇപ്പോൾ വീണ്ടും ഒരു അവസരം കോൺഗ്രസ് നൽകിയിരിക്കുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അതോടൊപ്പം തന്നെ ഒരിക്കലും ശിവകുമാറിനെ DK ശിവകുമാറിനെ ചെറുതായിട്ട് ആരും കണക്കാക്കിയിട്ടില്ല. അദ്ദേഹത്തിനും തുല്യമായ പ്രാധാന്യം നൽകിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു തീരുമാനത്തിലേക്ക് AICC നേതൃത്വം എത്തിയിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം. നമുക്കറിയാം സിദ്ധരാമയ്യയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് 70 വയസ്സാണ് പ്രായം. അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി തന്നെ കണക്കിലെടുത്ത് ഒരു പരിധിവരെ അത് മുൻഗണന ഉണ്ടായിരിക്കുന്നു. അതോടൊപ്പം തന്നെ കൂടുതൽ MLA-മാരുടെ പിന്തുണ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുന്നു എന്ന് എല്ലാം തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. ഈ DK ശിവകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം കോൺഗ്രസിന്റെ വളർച്ചയിൽ നിർണായക പങ്കുവച്ച നേതാവാണ്. ഈ കോൺഗ്രസിൽ നിന്ന് 2017 റിസോർട്ട് രാഷ്ട്രീയം അടക്കം ഉണ്ടായി. അവിടെ കർണാടകയിൽ കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആളുകളെല്ലാം തന്നെ BJP പോകുന്ന സാഹചര്യത്തിലെല്ലാം തന്നെ കോൺഗ്രസിനെ പിടിച്ചു നിർത്തുന്ന നേതാവ് തന്നെയാണ് അദ്ദേഹം. കോൺഗ്രസിൽ തന്നെ ഉറച്ചു നിന്ന് കോൺഗ്രസിന് വേണ്ടി കോൺഗ്രസിന്റെ തകർച്ചയിൽ നിന്ന് കോൺഗ്രസിനെ ഉയർത്തിക്കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവച്ച നേതാവാണ് DK ശിവകുമാർ. അദ്ദേഹം അവിടുത്തെ PCC അധ്യക്ഷനാണ്. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ഈ കോൺഗ്രസിന് ഗുണം ചെയ്തു ഈ തെരഞ്ഞെടുപ്പിൽ. അപ്പൊ ഇത് മുന്നിൽ കൊണ്ടുകൊണ്ട് തന്നെ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്കും വ്യാപിപ്പിക്കുക എന്ന ലക്ഷ്യം കൂടി കോൺഗ്രസ് നേതൃത്വത്തിലുണ്ട്. ഇതെല്ലാം കൂടെ കണക്കിലെടുത്ത് തന്നെയാണ് ആരെയും പിണക്കാത്ത രീതിയിൽ ഒരു അനുനയ നീക്കത്തിലൂടെ സിദ്ധരാമയ്യയെ തന്നെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിക്കുന്നതിന് പ്രധാനപ്പെട്ട ഒരു കാരണം. കൂടാതെ DK ശിവകുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം ഒരു വലിയ ഒരു ക്രൗഡ് പുള്ളർ നേതാവ് കൂടിയാണ്. കൂടാതെ സിദ്ധരാമയ്യയും അത്തരത്തിലുള്ള നേതാവ് തന്നെയാണ്. നമുക്കറിയാം ഭാരത് ജോഡോ യാത്രയടക്കം കർണാടകത്തിലൂടെ കടന്നുപോയപ്പോൾ വലിയൊരു വലിയൊരു ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാവുന്നതിൽ തുല്യ പങ്കുവച്ച നേതാക്കളാണ് ഇവർ രണ്ടുപേരും. കൂടാതെ ഈ കോൺഗ്രസ് നേതൃത്വത്തോട് അടുത്ത് നിൽക്കുന്ന നേതാക്കൾ കൂടിയാണ്. അപ്പൊ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ ഒരു അനുനയ നീക്കം നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതെല്ലാം കൂടെ പരിഗണിച്ച് ഇപ്പോൾ സിദ്ധരാമയ്യയെ തന്നെ കോൺഗ്രസ് നേതൃത്വം മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്പസമയത്തിനകം ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അജി, DK ശിവകുമാറും ഒപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ച അവസാനിച്ചു എന്നുള്ള ഒരു വിവരവും കൂടി ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നമുക്ക് ലഭിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അല്പസമയത്തിനകം പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. അതായത് 7 മണിക്ക് മുൻപോ അതിനുശേഷമോ ഔദ്യോഗികമായി പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് നമുക്ക് കർണാടക PCCയിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതായത് ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാവാനുള്ള സാധ്യതകളെല്ലാം തന്നെയും കാണുന്നുണ്ട്. അജി, തീർച്ചയായും അല്പസമയത്തിനകം തന്നെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. അപ്പൊ അജി സൂചിപ്പിച്ച പോലെ തന്നെ DK ശിവകുമാറും മല്ലികാർജ്ജുൻ ഖാർഗെയും തമ്മിലുള്ള കൂടിക്കാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ സിദ്ധരാമയ്യ ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തും. അതിനുശേഷം ഒരു ഔദ്യോഗിക പ്രഖ്യാപനം AICC നേതൃത്വം ഒരു ഔദ്യോഗികമായി തന്നെ സിദ്ധരാമയ്യ കർണാടകയെ നയിക്കുമെന്ന കാര്യത്തിൽ ഒരു പ്രഖ്യാപനം നടത്തുമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ന് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു 7 മണിക്കുള്ളിൽ തന്നെ ഉണ്ടാകാനാണ് ഈ പ്രഖ്യാപനം ഉണ്ടാകാൻ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകാനാണ് സാധ്യത. കൂടി വന്നാൽ തന്നെ 7:30 തന്നെ ഈ കാര്യങ്ങളെല്ലാം തന്നെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കർണാടകയിൽ സിദ്ധരാമയ്യ കർണാടകയെ നയിക്കും. കർണാടകയിൽ കോൺഗ്രസ് മുഖ്യമന്ത്രിയായി സിദ്ധരാമയ്യെ തന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു എന്ന വിവരമാണ് ഏറ്റവും പുതുതായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. DK ശിവകുമാറിനെ അനുനയിപ്പിച്ചു എന്നൊരു വിവരം കൂടി പുറത്തു വരുന്നു. സോണിയാഗാന്ധി ഒരു ഇടപെടൽ നടത്തിയിരുന്നു. അനുനയ നീക്കങ്ങളിൽ സോണിയാഗാന്ധിയുടെ ഇടപെടലാണ് ഉണ്ടായതെന്നാണ് പുറത്തു വരുന്ന സൂചനകൾ. സിദ്ധരാമയ്യ ഈ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തുമ്പോൾ ഹൈക്കമാൻഡ് തീരുമാനം അംഗീകരിക്കുന്ന ഒരു നിലപാട് നേരത്തെ തന്നെ DK ശിവകുമാർ പറഞ്ഞിരുന്നു. ആര് മുഖ്യമന്ത്രി ആയാലും അദ്ദേഹം ഈ ഹൈക്കമാൻഡിന്റെ നിലപാട് അംഗീകരിക്കുമെന്ന കാര്യം അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരിക്കുന്നു. പാർട്ടി അമ്മയാണെന്ന നിലപാടാണ് അദ്ദേഹം നേരത്തെ തൊട്ട് പറയുന്നത്. എന്തായാലും സിദ്ധരാമയ്യ തന്നെ കർണാടകയിൽ കോൺഗ്രസിന് നയിക്കും. DK ശിവകുമാറിന് ഒരു അനുനയ നീക്കത്തിലൂടെ അദ്ദേഹത്തിന് കൃത്യമായ ഒരു പങ്ക് വഹിക്കുന്ന ഒരു സ്ഥാനം കൂടി നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ടൈം വ്യവസ്ഥയിലാണെങ്കിൽ തന്നെ 2 വർഷത്തിന് ശേഷം DK ശിവകുമാർ അവിടെ മുഖ്യമന്ത്രി ആകാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹത്തിന് ഉപമുഖ്യമന്ത്രി സ്ഥാനം ആദ്യം കൊടുത്തേക്കാം. എന്തായാലും അത്തരത്തിലുള്ള
ബാക്കിയുള്ള വിശദാംശങ്ങളെല്ലാം തന്നെ പുറത്തു വരുന്നതേ ഉള്ളൂ. എന്തായാലും അതിനുള്ള സാധ്യതയാണ് പ്രധാനമായും കാണുന്നത്. അതോടൊപ്പം തന്നെ ഈ അഴിമതി നീക്കത്തിൽ അദ്ദേഹം സമവായ ചർച്ചകളെല്ലാം തന്നെ അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കാര്യം, ആദ്യ ടൈം തനിക്ക് തരണം എന്നൊരു കാര്യം അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നു. അദ്ദേഹം ഈ സമവായ നീക്കം പറഞ്ഞ സമയത്ത് തന്നെ ആ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ആദ്യത്തെ രണ്ട് വർഷം തനിക്ക് തരണം, അതോടൊപ്പം തന്നെ താൻ നിർദ്ദേശിക്കുന്ന ആളുകൾക്ക് ഈ മന്ത്രിസഭയിൽ കൂടുതൽ പ്രാതിനിധ്യം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആദ്യം ഉയർന്നു വന്നിരുന്നു. അപ്പോൾ ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ സിദ്ധരാമയ്യക്ക് മുഖ്യമന്ത്രിയാക്കുമ്പോൾ ഒരു തുല്യ പ്രാധാന്യം തന്നെ DK ശിവകുമാറിനും കർണാടകയിൽ കോൺഗ്രസ് നൽകാനുള്ള സാധ്യതയാണ് ഉണ്ടാകുന്നത്. ആദ്യം തന്നെ വലിയൊരു വിജയം കർണാടകയിൽ കോൺഗ്രസിന് ഉണ്ടായിരിക്കുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതായത് DK ശിവകുമാറിന്റെ പിറന്നാൾ ദിനമാണ് ഇന്നത്തെ ഈ ദിവസം. ആ പിറന്നാൾ ദിനത്തിൽ DKക്ക് സർപ്രൈസുകൾ എന്തെല്ലാം കിട്ടുമോ എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും ഒപ്പം തന്നെ കർണാടക PCCയിൽ നിന്ന് ലഭിക്കുന്ന വിവരമനുസരിച്ച് 7 മണിക്ക് മുൻപ് ഒരു പക്ഷേ പ്രഖ്യാപനമുണ്ടായേക്കാം. DK ശിവകുമാറിന് സുപ്രധാന പദവികൾ ലഭിച്ചിട്ടുണ്ടെന്നുള്ള സൂചനകളും ലഭിച്ചിട്ടുണ്ട്. അതായത് ആ സുപ്രധാന പദവികളെല്ലാം തന്നെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും അല്പസമയത്തിനകം തന്നെ നമുക്ക് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി വീണ്ടും മടങ്ങിയെത്താം. ഇപ്പോൾ മറ്റു വാർത്തകളിലേക്ക് പോകേണ്ടിയിരിക്കുന്നു.